നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരുപാട് കഴിവുള്ള നായികന്മാരെ കണ്ടെത്തി മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ലാൽ ജോസ്. സമൃദ്ധ, സുനിൽ, കാവ്യമാധവൻ തുടങ്ങിയവരെല്ലാം ആ ലിസ്റ്റിൽ ഉൾപ്പെടും. അത്തരത്തിൽ ലാൽ ജോസ് കണ്ടെത്തിയ ഡയമണ്ടാണ് നടി അനുശ്രീ. ഡയമണ്ട് നെക്ലസ് സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കവെയാണ് ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിച്ച് അതിലൂടെ അനുശ്രീയെ സിനിമയിലെ നായികയായി ലാൽ ജോസ് തെരഞ്ഞെടുത്തത്. എത്രയൊക്കെ സിനിമകൾ ചെയ്താലും അനുശ്രീ എന്ന അഭിനേത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ഡയമണ്ട് നെക്ലസിലെ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രമാണ്. തനി നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടിയായി ഭഗതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമായിരുന്നു അനുശ്രീയുടേത്. തുടർന്നങ്ങോട്ട് ചന്ദ്രേട്ടൻ എവിടെ അടക്കം നിരവധി സിനിമകളിൽ നായികയായി അനുശ്രീ എത്തി. 2012 അനുശ്രീ സിനിമയിലേക്ക് എത്തുന്നത്. ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചതോടെ പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളിലൂടെയും താരം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു. തന്റെ നിലപാടുകൾ എന്നും തുറന്നു പറയാറുള്ള താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. സിനിമാ വിശേഷങ്ങൾ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളും താരം അതിലൂടെ പങ്കിടാറുമുണ്ട്. ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുത്തൻ ലുക്കുമായി നടിയെത്തിയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത അനുശ്രീയാണ് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. സിന്ദൂരം അണിഞ്ഞ് നിറവയറുമായി എത്തിയ അനുശ്രീയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. അടിക്കുറിപ്പൊന്നുമില്ലാതെ എത്തിയ അനുശ്രീയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മാത്രമല്ല, കമന്റ് ബോക്സ് താരം ഓഫ് ചെയ്യുകയും ചെയ്തു. പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണിതെന്ന് വ്യക്തമാക്കാനായി ഷൂ ടൈം എന്ന ടാഗും ചേർത്തിട്ടുണ്ട്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് മേക്കപ്പ്. മിറർ സെൽഫിയുമായി തന്റെ ചിത്രങ്ങൾ പകർത്തുകയാണ് അനുശ്രീ. പിന്നിൽ ഷൂട്ടിംഗ് സെറ്റിലെ ലൈറ്റും കാണാം. താര എന്ന ചിത്രമാണ് അനുശ്രീയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. ഈ ചിത്രത്തിലെ ലുക്ക് ആണോ അതോ പുതിയ ചിത്രത്തിലെ ലുക്കാണോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത കഥ ഇന്നുവരെയാണ് അനുശ്രീയുടേതായി അവസാനം റിലീസ് ചെയ്ത ചിത്രം. ഇത്രയും വർഷങ്ങളായി അനുശ്രീ കൈവയ്ക്കാത്ത ഒരു റോളായിരുന്നു ഈ ചിത്രത്തിലെ നസീമ എന്ന കഥാപാത്രം. സിനിമയിൽ വളരെ നിർണായകമായ ഒരു വേഷമായിരുന്നു ഇത്. അതിനുശേഷം അനുശ്രീ ഇൻസ്റ്റഗ്രാമിൽ എത്തിച്ചേർന്നത് ഈ ഫോട്ടോഷൂട്ടുമായാണ്. സിന്ദൂരവും നിറവയറുമായാണ് താരത്തെ കാണാൻ സാധിക്കുന്നത്. സാരി ചുറ്റിയാണ് അനുശ്രീ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചിത്രങ്ങൾ കാണുന്ന അവരുടെ പ്രിയപ്പെട്ട ആരാധകർക്ക് ഇതൊക്കെ എപ്പോൾ എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. അനുശ്രീ എന്തായാലും നിങ്ങളോട് പറയാതെ വിവാഹം ചെയ്തിട്ടില്ല. ഇതൊരു ഷൂട്ടിങ്ങിന്റെ ഭാഗം മാത്രമായുള്ള ചിത്രമാണ്. കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് ഇടം നൽകാതിരിക്കാനായി അനുശ്രീ തന്റെ ഫോട്ടോകൾക്ക് ക്യാപ്ഷനായി ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട്. അനുശ്രീയുടെ അടുത്ത സുഹൃത്തായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് അനുശ്രീയുടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം മലയാള സിനിമയിൽ ഉണ്ടാകുന്നത്. ഹക്കീം ഷാജഹാന്റെ നായികാവേഷമാണ് അനുശ്രീ കൈകാര്യം ചെയ്തത്. കുറച്ചു നാളുകൾക്ക് മുൻപ് അനുശ്രീ കൊച്ചിയിൽ ഒരു വീട് സ്വന്തമാക്കിയിരുന്നു. ഇതിന്റെ പാലുകാച്ചൽ വിശേഷങ്ങളും താരം അവരുടെ ആരാധകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. സുഹൃത്തുക്കളായ നടന്മാർ ദിലീപ്, ഉണ്ണിമുകുന്ദൻ എന്നിവർ പാലുകാച്ചി ചടങ്ങിൽ എത്തിയിരുന്നു. കൊച്ചിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു ഫ്ളാറ്റ് വാങ്ങി താമസിച്ചിരുന്നു. എങ്കിലും ഇവിടം പ്രവൃത്തി മേഖല ആയതിനാൽ അനുശ്രീ സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. അഭിനയത്തിന് പുറമെ സ്പോർട്സ് മേഖലയിലും പ്രതിഭ തെളിയിച്ച വ്യക്തി കൂടിയാണ് അനുശ്രീ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.